ഹലോ ഫ്രണ്ട്സ്, DreamBakes Delightsന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കേക്കാണ്. ഇത് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് തൊട്ട് ഇതിനെ എങ്ങനെയാണ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതൊരു പുതിയ ഫ്ലേവറാണ്, സിനമൺ റോസ്. ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം. ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്രാം മെഷർമെൻ്റ് ആണ്. എന്നാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പ് മെഷർമെൻ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മുടെ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പാൻ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് പാനിൽ ഞാൻ കുറച്ച് ബട്ടർ തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് സൈസിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് അത് ഇതിൽ വെക്കുകയാണ്. സൈഡ് ലൈൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് അത്ര സ്റ്റിക്കി ആയിട്ടുള്ളൊരു കേക്കല്ല. അപ്പോൾ നമുക്ക് രണ്ട് പാനും റെഡിയായി കഴിഞ്ഞു. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് 200 ഗ്രാം മൈദയാണ്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ നന്നായിട്ട് പൊടിച്ചെടുത്ത സിനമണാണ്. ഈ ഒരു ടീസ്പൂൺ സിനമണും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് അരിച്ചെടുക്കാം. ഈ കേക്കിന് നമുക്ക് ബട്ടർ മിൽക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു 100 ഗ്രാം മിൽക്ക്, അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കുറച്ച് നേരം വെച്ചേക്കുക. അപ്പോഴത്തേക്ക് ഇത് റെഡിയായി വരും. അതുപോലെ തന്നെ നമ്മുടെ സിനമൺ റോസ് കേക്കിന് നല്ലൊരു റോസിൻ്റെ ഫ്ലേവർ എല്ലാം വരാനായിട്ട് 60 ഗ്രാം റോസ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് റോസ് എസൻസുമായിട്ട് ഇത് മാറിപ്പോകരുത്. ഈ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 85 ഗ്രാം ബട്ടറാണ്, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ. അതുപോലെ തന്നെ 200 ഗ്രാം ഷുഗർ. ആദ്യം നമുക്ക് ഈ ബട്ടറും ഈ ഷുഗറും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡ് മിക്സറാണ്. ഹാൻഡ് മിക്സർ കൊണ്ടും ഒക്കെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തായാലും സ്റ്റാൻഡ് മിക്സറിൻ്റെ പെഡൽ അറ്റാച്ച്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടറും ഷുഗറും അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ റോസ് എസൻസ് ആഡ് ചെയ്യുന്നു. 2 മുട്ടയാണ് നമ്മൾ ഈ കേക്കിന് യൂസ് ചെയ്യുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് ഈ മിക്സറിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഈ മിക്സറിലേക്ക് നമ്മളുടെ ഈ ഫ്ലോർ മിക്സും ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ബട്ടർ മിൽക്കും ഈ റോസ് വാട്ടറൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യരുത്, ചെറിയ സ്പീഡ് 1-ലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതി. നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇത് സിനമൺ റോസ് കേക്ക് ആയതുകൊണ്ട് ഇതിനൊരു ചെറിയ റോസ് കളർ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്. താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് ആഡ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. എന്തായാലും ഞാൻ 1 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ഇതിനകത്ത് ആഡ് ചെയ്യാണ്. നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കടായിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ, സിനമൺ റോളിൻ്റെ വീഡിയോയിലൊക്കെ ഈ കടായി മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർ കടായിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കടായിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗ്യാസ് ഏറ്റവും കുറവിലിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഫ്ലെയിം ഇച്ചിരി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ കേക്കിൻ്റെ അടിഭാഗം നിറം മാറി ഇച്ചിരി ഡാർക്ക് ആവാനോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ കുറച്ച് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കടായിൽ ചെയ്യുന്നവർ ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് 1 കിലോയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ ഇത് ചെയ്യുന്നത് 8 ഇഞ്ച് പാനിൽ ഒരു കേക്കായിട്ടാണ്. എനിക്ക് ടോളായിട്ടൊരു കേക്ക് വേണ്ടത് കൊണ്ടാണ് ഇന്ന് 6 ഇഞ്ചിൻ്റെ 2 പാനിൽ ചെയ്യുന്നത്. നമ്മുടെ പാന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്ത് വെക്കാം. 2 കേക്കും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഇതിനെ പാനിൽ നിന്ന് മാറ്റാം. സൈഡിൽ സ്റ്റിക്കാവില്ല എങ്കിലും ഒന്ന് ഇങ്ങനെ പൊടിച്ചതിന് ശേഷം ഞാനൊരു ബട്ടർ പേപ്പർ ഇങ്ങനെ വെക്കും. എന്നിട്ട് ബോഡി ഇങ്ങനെ വെച്ചിട്ട് അപ്സൈഡ് ഡൗൺ ചെയ്യും. അതിനുശേഷം ഈ പേപ്പർ മാറ്റിയിട്ട് വെച്ചാൽ മതി. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിന് കട്ട് ചെയ്ത് ഐസിങ് ചെയ്യാനായിട്ട് അത് റെഡിയാണ്. ഒരു 300 ഗ്രാം വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഐസിങ് ഷുഗർ ആഡ് ചെയ്യണം. ഒരു 100 ഗ്രാമിന് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിന്. അപ്പോൾ ഇത് ഏകദേശം 3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ഉണ്ട്. ഇനി ഇത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്ഡായിട്ടുണ്ട്. ഇത് ഒത്തിരി തിക്കായിട്ട് വിപ്പ് ചെയ്യരുത്, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ പകുതി ഫില്ലിങ് റെഡിയാക്കാനായിട്ട് മാറ്റുന്നു.
ഇത് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ്. ഇതിനെടുക്കാനായിട്ട് ഞാൻ 100 ഗ്രാം വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് 50 ഗ്രാം ചോപ്ഡ് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് ഇളക്കി മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ഈ ക്രീമിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി കഴിയുമ്പോൾ ക്രീമിന് നല്ലൊരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒക്കെ കിട്ടും. അതിനായിട്ട് ഞാനിത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഈ കേക്കിനെ ഇന്ന് ഡാബ് ചെയ്യാനായിട്ട് ഷുഗർ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് സിനമൺ ഫ്ലേവറൂടെ സിനമൺ പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 100 ഗ്രാം വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ 50 ഗ്രാം ഷുഗർ, അതുപോലെ തന്നെ കുറച്ച് സിനമൺ പൗഡറും ഇട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുത്തേക്കുന്നതാണിത്. അപ്പോൾ ഈ സൊല്യൂഷൻ വെച്ചാണ് ഞാൻ ഈ കേക്ക് ഇന്ന് ഡാബ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് കേക്കിനെ സ്ലൈസ് ചെയ്യാം. അതിനായിട്ട് ലോങ് ആയിട്ടുള്ളൊരു നൈഫ് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഈ കേക്കിനെ സ്ലൈസ് ചെയ്യുക. ഇനി നമുക്ക് ബോർഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഈ സെയിം ഫില്ലിങ്ങിന് യൂസ് ചെയ്ത ക്രീം കൊണ്ട് തന്നെ ക്രം കോട്ട് ചെയ്യുന്നതാണ് നല്ലത്. സൈഡ് ഫില്ല് ചെയ്യാനായിട്ട് സ്ട്രെയിറ്റ് സ്പാക്കിലെടുക്കുക. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ തന്നെ നീറ്റായിട്ട് ഒരു ക്രം കോട്ട് ചെയ്തെടുക്കുക ആദ്യം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ കേക്ക് ഡെക്കറേഷൻ ബേസിക്സ് എന്ന് പറഞ്ഞ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഐസിങ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്രം കോട്ടിങ്ങിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഈ കേക്ക് ഫ്രിഡ്ജിൽ വെക്കണം. എന്നുവെച്ചാൽ ഒന്ന് സെറ്റായതിനു ശേഷം വേണം നമ്മൾ പുറത്തെ കോട്ടിങ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ബോർഡെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. ഈ വിപ്പിംഗ് ക്രീം കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ വെച്ചിരുന്നാൽ അതിനിടയ്ക്കെല്ലാം ഇങ്ങനെ ബബിൾസ് പൊട്ടിയ പോലെ ഉള്ള സ്പേസ് ഉണ്ടാവും, പതഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ക്രീം വെച്ച് നമ്മൾ ഡയറക്റ്റ് കേക്കിൽ അപ്ലൈ ചെയ്താൽ നമുക്കൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പാക്കുല എടുത്ത് അതിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അതായത് ഇങ്ങനെ വല്ലാതെ ഇളക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ തേച്ച് കൊടുത്ത് അതിൻ്റെ ബബിൾസ് എല്ലാം കളഞ്ഞ് ഒരു സ്മൂത്ത് ക്രീം ആക്കണം. അതിനുശേഷം വേണം നമ്മൾ നമ്മുടെ കേക്കിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതുപോലെ ഈ കേക്കിനെ നന്നായിട്ട് സ്മൂത്ത് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇത്രയും ഹൈറ്റ് ഉള്ളത് വേണമെന്നില്ല, ഇതിൻ്റെ ചെറിയത് ഇത്രയും ഹൈറ്റുള്ളതാണെങ്കിൽ നമുക്ക് ഇത്രയും ടോൾ കേക്ക് വരെ നന്നായിട്ട് സ്മൂത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ സ്ക്രേപ്പർ എടുത്ത് ഇതിനെ ഒന്ന് സ്മൂത്ത് ചെയ്യാണ്. അപ്പോൾ ഞാനിത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണം. അതുപോലെ ഇവിടെ ഇതിനോട് കേക്കിനോട് ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യാം. ഒന്നുകൂടി ചെയ്യാം. ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ ക്ലിയർ ചെയ്യാം. ഈ കേക്കിൻ്റെ ഈ ഭാഗം നല്ല ക്ലിയർ ഇല്ല. അപ്പം ഇവിടെ ചെയ്യാനായിട്ട് ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്കത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഞാൻ ഈ കേക്കിൻ്റെ ആ സ്പാറ്റുലയുടെ മിഡിൽ ഭാഗം നടുക്ക് വരുന്നത് പോലെ ചെയ്ത്
വേണം ഇതിനെ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ക്രീമിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രൈറ്റ് സർക്കിളിൽ കുറച്ച് ക്രീം എടുത്ത് ആ ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇതുപോലെ എഡ്ജിൽ ഇവിടെ അപ്ലൈ ചെയ്ത് പൊക്കിക്കൊണ്ടുവരിക. പിന്നെ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിന് നമുക്ക് ഈ ആംഗിൾ സ്പാച്ചിൽ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലിയർ ചെയ്യാം. ഞാൻ ഈ കേക്കിന് ചെറിയൊരു പിങ്കിൻ്റെ ഷെയ്ഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്രീം എടുത്തിട്ട് അതിലൊരു ലൈറ്റ് പിങ്ക് കളർ കൊടുത്തേക്കുന്നു. ഇനി ഞാൻ എൻ്റെ സ്ട്രൈറ്റ് സ്പാച്ചിലെടുത്ത് കുറച്ച് ക്രീം അവിടെ ഇവിടെ മാത്രം അപ്ലൈ ചെയ്യുന്നു. ഇനി ഒന്നുകൂടി ഈ സ്ക്രേപ്പർ കൊണ്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് സ്ക്രേപ്പ് ചെയ്യും. ഈ ഒരു എഫക്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കിട്ടി ഏകദേശം. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മുടെ കേക്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ നമ്പർ 1M, ബിൽട്ടൻ്റെ 1M ആണിത്. അപ്പോൾ ഇതുകൊണ്ട് ജസ്റ്റ് ഒരു നമ്മൾ ഐസ്ക്രീം സ്കൂപ്പൊക്കെ ചെയ്തില്ലേ, അതുപോലെ ഒന്ന് ചെയ്ത് വെക്കുന്നു. കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കേക്കും ഈ വീഡിയോയും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ആർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ കേക്കിന് ഐസിങ് ചെയ്യുന്നതായിരിക്കും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷെ അത് നമ്മൾ കുറച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ അത് ശരിക്കും തീരുന്നതേ ഉള്ളൂ. ഏത് ഫേമസ് ആയിട്ടുള്ള കേക്ക് ഡെക്കറേറ്റേഴ്സ് ആണെങ്കിലും അവരുടെയൊക്കെ ആദ്യത്തെ കേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അതുപോലെ ഉള്ള കേക്ക് തന്നെയായിരിക്കും നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളും ട്രൈ ചെയ്താൽ നമുക്കും നല്ല കേക്കുകൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഫ്ലേവറും ഒരു പുതിയ ഫ്ലേവറാണ്, സിനമണും റോസും ചേർന്നിട്ടുള്ളൊരു ഫ്ലേവർ. അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കമൻറ്റ് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതേവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കേക്കുകളായിട്ടും പുതിയ ഡെക്കറേഷൻ ടെക്നിക്സുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.